ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. പഴമയുടെ രുചികൾ എന്നും നമ്മളെ കൊതിപ്പിച്ചിട്ടേ ഉള്ളൂ. പണ്ടൊക്കെ ക്രിസ്ത്യൻ ഫാമിലീസിൻ്റെ ആഘോഷങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കോഴി മപ്പാസ്. അതിൻ്റെ ഒപ്പം കഴിക്കാൻ ഒരു വെള്ളയപ്പം കൂടെ ആയാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാ തലമുറകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കോഴി മപ്പാസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സവാള വലിയ 3 എണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാല വേണം. 3 ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, കച്ചോലം, പെരുംജീരകം എല്ലാം കൂടെ ചേർത്ത മസാലയാണിത്. ഇനി ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം. അതുപോലെ ഒരു ചെറിയ തേങ്ങയുടെ പാൽ, 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. വലിയൊരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും വെളുത്തുള്ളിയും വേണം. അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഇനി ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 സെക്ഷനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. അതിൽ ഞാൻ മാറ്റി വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു. ഇനി ആ മസാലകളെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കോഴി മപ്പാസ് ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സവാളയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 4-5 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ച മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതിന് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് ഒന്ന് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അതിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. നമുക്കിനി 2-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ ഒരു 20 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മപ്പാസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ 1-ാം പാലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് സമയം നമുക്ക് ഇത് വേവിക്കേണ്ട. 1 മിനിറ്റ് ഒന്ന് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇതിന് വേണമെങ്കിൽ കടുക് താളിച്ചിടാം. ഞാനത് ചെയ്തില്ല. ഓൾറെഡി ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചിട്ടത് കൊണ്ട് കടുക് താളിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു കൊതിപ്പിക്കുന്ന ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് ഇത് മാറ്റാം. കോഴി മപ്പാസിനോട് എപ്പോഴും യോജിച്ച് നിൽക്കുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ വെള്ളയപ്പം തന്നെയാണ്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴമയുടെ ഈ രുചിക്കൂട്ട് നിങ്ങൾ തീർച്ചയായും പരീക്ഷിക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. നല്ല ചൂട് വെള്ളയപ്പത്തിനോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സൂപ്പർ ടേസ്റ്റിയായ ഒരു ഡിഷാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഡിഷസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ടിൽ ദെൻ, ഗുഡ് ബൈ.